ഈ മരിച്ചുപോയ പ്രയാറ് വന്ന് ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടു നോക്ക്. ഇവിടെ ഈ സോണിയാഗാന്ധി ഇതിന്റെ പങ്ക് പറ്റിയെന്ന് CPM ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതി. പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് ചോദിക്കുകയാണ്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് LDF ആണോ? അല്ലല്ലോ. സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ 10 ജൻപതിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയ ആളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്ന ഫോട്ടോ വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പ്രശ്നം എന്താണ്? ഞങ്ങൾ ആ പറയുന്നതിനെ നിങ്ങൾ തിരുത്തി കൊണ്ടുപോവാണ്. പോറ്റിയെ കയറ്റിയത് ആരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങളല്ല. 2004 പോറ്റ് കയറുമ്പോ അത് കണ്ഠര് രാജീവരുടെ സഹായിയായിട്ട് കയറുന്നു. അന്ന് രാമൻ നായർ എല്ലാവരെയും ഒരുമിച്ച് ഒരിടത്തിരുത്തി ഒരു ട്യൂഷൻ കൊടുക്കണം. ഇപ്പോഴത്തെ ക്യാപ്സ്യൂളൊന്നും മതിയാകില്ല. എന്നിട്ട് എവിടെ എന്തൊക്കെ പറയണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കണം. ഇനി ഓർമ്മശക്തി കുറവുള്ളവർക്ക് അത് എഴുതി കയ്യിൽ ഒട്ടിച്ചു കൊടുക്കണം. ബാക്കി കൂടി കേൾക്കുക. ആദ്യത്തെ കോൺഗ്രസും പിന്നത്തെ BJP ആണ്. അദ്ദേഹമാണ് കയറ്റിയത്. പിന്നീട് അവിടെ വരുന്നത് ഗോവിന്ദൻ നായരാണ്. പിന്നീട് അവിടെ വരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിലെ. പ്രയാർ ഗോപാലകൃഷ്ണൻ കുറെ അക്ഷരം മിണ്ടിയതുവരെ അപ്പോഴും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയില്ലേ? ഒരു വലിയ സമ്മാനപൊതിയാണ്. അതെന്താന്ന് പറയുന്നില്ല. അതെന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു അക്ഷരം മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ പ്രയാർ മരിച്ചുപോയില്ലേ? അദ്ദേഹം അങ്ങനെ മിണ്ടുക? പ്രയാർ മിണ്ടിയില്ലെന്നല്ല പറഞ്ഞു. മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾക്ക് തർക്കമില്ലയോ സാർ? മരിച്ചുപോയവർ ഈ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തർക്കമില്ലേ? അങ്ങ് പറഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണൻ അക്ഷരം മിണ്ടിയില്ലെന്ന് പറഞ്ഞു. മരിച്ചുപോയാൽ സകലത്തിന്റെ റിലേ പോയിരിക്കുകയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.